ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പക്ഷേ മൂഞ്ചി കുത്തിരിക്കട്ടെ പെരയില്. പെരയിൽ എന്താ വെച്ചാൽ ഒന്നാമത് ഇമ്പല്ല ഇപ്പില്ല ആരില്ല. നമ്മുടെ പെരയില് പോസ്റ്റ് ആയിരിക്കത്. പോസ്റ്റ് ആണെന്ന് വെച്ചാൽ ഇമ്മ അന്ത്രോനായിട്ട് തോട്ടത്തിൽ ആർവേശാലയിൽ പോയിക്കാണ്. അവിടെ അവൻ കുഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഓല അവിടെയാണ്. ഞാൻ ഇവിടെ മറ്റൊരുത്ത അവസ്ഥയിൽ പോസ്റ്റായി നിൽക്കാം. ഇന്ത്യ സ്ഥിരമുള്ള പരിപാടിയാണ്. അവർ കയറി വന്നാൽ ഇതാ ഈ പണ്ടാടത്തമ്മ പൊടി ഇങ്ങനെ ഉണ്ടായി ചണെങ്കിലെ പൊടി കണ്ടാലേ പറ്റൂല, കലി ഇങ്ങനെ കയറും. അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. എന്താ പറയുക, അങ്ങനത്തെ ഒരു മൂഞ്ചി കുത്തി ഇരിക്കട്ടെ. വേറെ കാര്യം ഏതൊരു മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ എൻ്റെ സ്ഥിരം പരിപാടിയാണ്. ദാപ്പാൻ്റെ ബോക്സ് ഉണ്ട്, പെറുക്കി കൊടുന്നു. ഇതന്നെ ബാറ്ററി ഡെഡ് ആയിക്കണം. കണക്ട് ആവട്ടെ. റെഡി. ഇനി അതിൽ ടാബ് പോലെ മാപ്പ് എടുത്ത് കണ്ടൊരു പാട്ടിടട്ടെ. എന്നിട്ട് അംബാനി വൈബാവട്ടെ. പോസ്റ്റ് ആയിരിക്കടോ, കട്ട പോസ്റ്റ്. ഇച്ചാരി പോസ്റ്റ് ഇപ്പുറത്തൊന്നും ഞാൻ ആയിട്ടില്ല. എന്തപ്പോൾ പറയാം, മറ്റോടത്തെ കോണകോത്ത അവസ്ഥയാണ് ഇരിക്കണം. എന്തൊരു കഥ അറിയോ. എന്തല്ല എന്നൊരു പർപ്പസ് ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ വേറെ കുറേ മൂജിക്കുത്തലൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു പണിയില്ലാന്ന് പോ, നമുക്ക് പാട്ടിടാം. കമോൺ മാൻ. ഓക്കെ, ഞാൻ കണക്ട് ചെയ്തോളൂ. ഡൺ. അവിടെ നിങ്ങൾ കണ്ട ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എൻ്റെ ഫേവറേറ്റ് പാട്ടുണ്ട്. എൻ്റെ പേര് വെയിറ്റ് ചെയ്യാം. സാധനം കിട്ടേ. പാട്ടോടെ പാടട്ടെ. സംഭവം എന്താ വെച്ചാല് ആ പാട്ടിന്റെ ഈളം, അതായത് പറയാ ആ മാപ്പിളപ്പാട്ടിന്റെ രീതി പക്ഷെ എല്ലാം പറ്റി. നമുക്കറിയാം കുറച്ച് മുമ്പ് ആ സാധനം ട്രെൻഡായി നടന്നതാണ്. കുറച്ച് പണിയുണ്ട്. തിരുമ്പാൻ മെഷീൻ ഓണാക്കണം. കേട്ടോ പാട്ട്. അതിൻ്റെ വേറെ ചോറുണ്ട്. ഇതാ എൻ്റെ ഡിസ്കളവി പണി മടക്കി എന്നല്ല, എന്താ പറയുക, അതിന് മൈലേജ് പറ്റ ഷോർട്ടായിക്കണം. സംഭവം കമ്പനി പറഞ്ഞ മൈലേജ് പറഞ്ഞാൽ ഏകദേശം 84 അടുത്തുണ്ട്. പക്ഷെ ഇതിനിപ്പോൾ കിട്ടുന്ന മൈലേജ് പറഞ്ഞാൽ എത്ര അറിയോ, 20ൻ്റെ അടിയിക്ക്. ഇതിലേറെ മെച്ചൻ്റെ ഡൊമിനാറാ. ഡൊമിനാറ് പറയണ്ട, ഇവിടെ ഓയിൽ മാറ്റാനായിക്കണോ. ഓയിലിന് വരുന്നുണ്ട് സംതിങ് 2000 സംതിങ് ടച്ച് ചെയ്യുന്നുണ്ട്. അതും മാറ്റാൻ പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ മര്യാദക്ക് ഡ്രസ്സില്ല എടുക്കണം. ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക, ഈ ഡ്രസ്സ് സെൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രസ്സ് അധികം എടുക്കലില്ല. അങ്ങനെ ശീലമായി. ഡ്രസ്സ് ആയിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ. ഇതെന്നാൾ ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ ചളിയിട്ട് മുടക്കി എന്താ ഇറപ്പാക്കിയ ഡ്രസ്സാണ്. ഇതേമാതിരി വേറെ ഫാനും ഉണ്ട്, അത് പിന്നെയും ഇട്ട് കിടക്കും. അങ്ങനെ കുറേ ചളി അയക്കണു. എന്താ പറയുക, അതിപ്പോൾ ഒരു ഈ നരച്ച ഇതൊക്കെ അയക്കണു. എന്നാൽ നമുക്ക് വിഷയമില്ല, ഞാൻ ഇട്ട് കിടക്കണം. അത് സ്വഭാവം ഉണ്ട്. അപ്പോൾ അത് മാറ്റാം. എന്നാൽ ഡ്രസ്സിൻ്റെ കമ്മ്യൂണിറ്റി ആയിരിക്കണം. അതിൻ്റെ ഇനിയിപ്പോൾ ഇതാ ഈ സാധനം ഞാൻ എന്താ വെച്ചാൽ ഈ കവറിട്ട് കാണാണ്ടോ, ഈ കവറിൻ്റെ ഉള്ളിൽ പൂച്ച കയറും. ഇതിൻ്റെ ഉള്ളിൽ പൂച്ച കയറുന്നുണ്ട്. പൂച്ച കയറാക്കാൻ വേണ്ടിയിട്ട് കവറിൻ്റെ കെട്ടതിമ വെച്ചെന്നുള്ളൂ. കാരണം എന്നാലും അതല്ലെങ്കിൽ പൂച്ച കയറി പണിയാക്കണേമേ രോമുണ്ടാവും. രോമുണ്ടാവും, പൂച്ചൻ്റെ കാൽപ്പാടും. പൂച്ച വന്നിട്ട് കുറേ പണിയൊക്കെ ഇടും. അതങ്ങനെ ഒരു പണിയില്ല. പോസ്റ്റ് ആക്കി ഇനി കുറച്ചിട്ട് ചിലപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണം. കാരണം എന്നാ ഒന്നാമത് പെരയിൽ ആളില്ല. ഈ പെരി ആളില്ലാക്കുമ്പോൾ മറ്റേ അന്ത്രോമ്പാടിനെ ഊക്കിയിരിക്കുക. അന്ത്രോമ്പാടിനെ തല്ലൂടെ എന്തെങ്കിലും പണി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാര്യമായിട്ട് ഒരു പണിയില്ല. പോസ്റ്റ് ഇനിയിപ്പോൾ ഒരു 10-15 വയസ്സാവില്ല പോട്ടൊക്കെ തന്നെ കാരണം ഹോട്ടലിൽ ഞാൻ പറഞ്ഞത് അന്ത്രോന് ഉച്ചിൻ്റെ കുറച്ച് ഇതുണ്ട്, തെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മോനായിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഏകദേശം എത്ര 14 ദിവസമായിട്ട് ഉച്ചിൽ വരുന്നുണ്ടോ എനിക്ക്. അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് എമ്മി അന്ത്രോമ്പാട് അവിടെയാണ്. ഓലിൻ്റെ ഇപ്പോൾ കയ്യിൽ വരില്ല. അന്ത്രോമ്പാടിന് ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ട്. ഐ മീൻ അത്ര വലിയ ഇഷ്യൂ അല്ലെങ്കിലും നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ഓനെ ക്ലിയർ ചെയ്യേണ്ട ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഓൻ്റെ ഇതായതുകൊണ്ട് ഇമ്മ ഫുൾ ടൈം അവൻ്റെ പിന്നാലെയാണ്. കാരണം ജനിച്ച മക്കളെല്ലാം അറിയുള്ളൂ അവൻ്റെ മക്കളെ പ്രശ്നം. നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് എൻ്റെ ഫീൽ അറിയില്ലല്ലോ. നമ്മളെന്നല്ല, ഒരു ഉമ്മാൻ്റെ അത്ര ഫീലിംഗ് വേറെ ഒരാൾക്കും വരില്ലല്ലോ. അതങ്ങനെ അത് ചൊറയില്ല. ഇനി കുറച്ചിൻ്റെ ഏതായാലും ഡ്രസ്സ് എടുക്കാൻ പോകണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആപ്പ വേറൊരു പണിയല്ല, ആപ്പാൻ്റെ ഇലക്ട്രിക് ഉണ്ട്, അതിൻ്റെ ബ്രേക്ക് വെക്കുന്നു. അപ്പോൾ അത് ഇവിടെയാണ് നന്നാക്കുക. എന്താ പറയുക, ഇങ്ങോട്ട് പറയാം, നമ്മളെ സ്ഥലപ്പേര് ഞാനും പറഞ്ഞല്ലോ. പരപ്പനങ്ങാട് തന്നെ ഷോറൂം വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്തായിക്കോണോ അറിയില്ല, ചിലപ്പോൾ അങ്ങോട്ട് പോകണ്ടാവും. എൻ്റെ ഇമ്മമാരായിട്ട് കണ്ണ് ഡോക്ടറെ അടുത്ത് കാണാൻ പോകണ്ടായിരുന്നു.
ഇതൊക്കെ എന്താവുന്ന തമ്പുരാൻ അറിയാം. അതിൻ്റെ വീഡിയോ എടുക്കാണ്ട് ഭയങ്കര മടിയാടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് പണിയാ ചെയ്ത് തീർക്കാണ്ട്. ഇവിടെ അടിച്ചു വരിക, തുടക്കുക. തമ്പി മതി, കുറച്ച് നേരം നില്ല്. ഇപ്പോൾ കുറച്ച് നേരം പാടാ, കുറച്ച് നേരം പണിയുണ്ട്. അതിൽ അടിച്ചു വരാണ്ട്, തിരുമ്പാണ്ട്. ഇവിടെ പതിനെട്ട് വാഷിംഗ് മെഷീൻ ഞാൻ ഓണാക്കിയിട്ട് വേണം. ലിക്വിഡ് വെച്ചാൽ മറന്നു. നല്ല പരിപാടി ഞാൻ കേട്ടണം. എന്താ പറയുക, ഇപ്പോൾ തിരുമ്പാണ്ട്, അടിച്ചു വരാണ്ട്. രണ്ടത് പരി ഒറ്റക്കാ. പക്ഷേ ഇമ്മല്ലാത്തോണ്ടുള്ള അവസ്ഥ ബാ തമ്പി. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ച് വരും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനേ. ഇതിക്കാണ് പാരല്ലേ, പാരപ്പം നോക്കണം. പോട്ടെ, ധാരാളമായിട്ടുണ്ടാവില്ലേ. എൻ്റെ കണ്ണ് ക്യാമറയില്ല, ഞാൻ എന്താ പറയുന്നത് എത്ര പറഞ്ഞെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പണി ഫുള്ളിൻ്റെ വരടിയിലുമാണ്. അടിച്ചു വരലാതെ ഇന്നലെ അടിച്ചു വരും. ഇന്നിപ്പോൾ ഒരു മൂടില്ല. രാവിലെ അടിച്ചു വരാറുള്ളത് നടക്കണതിൽ നമുക്കൊരു മൂടില്ല, അല്ലാതെ കാരണമൊന്നുമില്ല. അതിൽ തുണികളെ തോരടാണ്ട് പരിപ്പ് ചെയ്യാൻ പറ്റുന്നതിലുള്ളൂ. ഫുള്ള് വൈബ്. ഏത് വൈബ്? ഒറ്റ വൈബ്. മറ്റൊക്കെ തന്ത വൈബ് എന്ന് പറഞ്ഞ വരെ നമ്മുടെ ഒറ്റ വൈബ് അടിച്ചിരിക്കണം. ജനാലൊക്കെ തുറന്നിട്ടെ, പക്ഷെ കാറ്റാണ് കയറട്ടെ എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ മറ്റൊരുത്ത കോണത്തെ അവസ്ഥയിലാണെന്ന് ഇപ്പോൾ പറഞ്ഞു വന്നതാ. തിരുമ്പലാക്കിയേക്കാരല്ലേ നടക്കാൻ. അതിൻ്റെ മോട്ടർ വേണ്ട ഒന്ന് പണയല്ല മക്കളെ. ഏത് മൂട് അമ്പാനി മൂടിലാണ്. ഇത് പാട്ട് തനക്കാലം മതി. അപ്പോൾ മതി. ഓഹോ ഷാസാം ഭായ്, നമസ്കാർ ജി, കേസേ ഹേ? ഇനി അടുത്ത ഊക്കൽപ്പടത്തെങ്ങാനും വരുമോ? നിങ്ങളെ ഊക്കലിന് വേണ്ടി കാത്തു കാണിയാം. ഒരു ഊക്കൽ കാണണം. മൂപ്പര ഊക്കലാണല്ലോ മീൻ. ഓരോരുത്തർ അണ്ണാക്കി കൊണ്ടുപോയി കച്ചിട്ട് ഊക്കുക. ഊക്കി പോലെ ഏറെ കയറ്റണേ ഇറക്കാൻ വേണ്ടി ആസ്കർട്ടയ്ക്കോ പോലെ ഇങ്ങോട്ട് വരണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ. കാര്യമായിട്ടൊരു പണി ചെയ്യാം. അങ്ങനെ മൂഞ്ചി കുത്തിയിരിക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളും കടന്നങ്ങനെ പോകുന്നുണ്ട്. ഒന്ന് ലേറ്റ് ഇട്ടോ, കുറച്ച് നേരം ക്ലിയർ ആയിരുന്നു. തമ്പി ഓണാവിടാ. അപ്പോൾ അങ്ങനെ മൂഞ്ചി കുത്തിയിരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ചീറുള്ള കാര്യത. ഇതിമ്മൊക്കെ ഉണ്ടാവും ഒരു പൊടി. തീരെ പറ്റൂലത് കാണാൻ മാത്രം ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയ ടൈപ്പ് ഓഫ് ഡസ്റ്റ്. ഐ ഡോണ്ട് ലൈക്ക് മാൻ. ഈ സാധനത്തിൽ ഞാൻ GTA 5 കളിച്ചിട്ടുണ്ടോ? ഓക്കെ, നമുക്കൊരു മീഡിയം ഗ്രാഫിക്സിലൊക്കെ ഒപ്പിച്ച് പോവാം. പിന്നെ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്ത സാധനമാണ്. ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തതാണ്. i7 ഒപ്പിച്ച് പോവാണ്. നമുക്ക് GTA 5 കളിച്ചു പോവാം. പക്ഷേ ഒരു ഷട്ടർ ലാഗും ഇതൊക്കെ വന്നിട്ട് കളിച്ചിനടുത്തൊരു മനസ്സുഖം കിട്ടിയില്ല. മനസ്സിലെ മൂടാണ് പോയി. ആ സാധനം ഒഴിവാക്കി. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ അവസ്ഥകൾ. ഇനിയിപ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ ഡൊമിനാറിൻ്റെ ഓയിൽ ഏതായാലും മാറ്റണം. അല്ലെങ്കിൽ ഡൊമിനാർ തൊട്ട 10-12,000 രൂപ കഴിക്കുന്നതാണ് പോകും. മറ്റടുത്ത അവസ്ഥയാണ് ഡൊമിനാർ കൊണ്ടിറങ്ങണമെങ്കിൽ. എണ്ണച്ചെലവേ അങ്ങനെ. 26 കമ്പനി മൈലേജ് പറഞ്ഞു. നമുക്ക് 20ൻ്റെ അടിയിൽ കിട്ടണു. അംബാനി വൈബ്, അദാനി വൈബ്. അത് കഴിഞ്ഞ് മൂഞ്ചിരിക്കാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ. ഞാൻ അടുത്ത വീഡിയോ വല്ലതും. കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ക്ഷാമാണ്. മറ്റൊരുത്ത അൺബോക്സിൻ്റെ കൂടെ കണ്ടന്റ് കിങ്ങാണ്. ഞാൻ ഇവിടെ കണ്ടന്റ് ക്ഷാമത്തിൻ്റെ കിങ്ങാണ്, മനസ്സിലാക്കണം. എന്നാലും അൺബോക്സിൻ്റെ കൂട്ടിനൊക്കെ എങ്ങനെ സാധിക്കുന്നു? പെരി ചോറ് വിളമ്പിയ അൺബോക്സിങ്, പെരിയിൽ പാത്രം കൂടുന്ന അൺബോക്സിങ്, പെര കൂട്ടിരുന്ന അൺബോക്സിങ്, പെരി കാറ് വാങ്ങിയ അൺബോക്സിങ്. ക്രിയേറ്റിവിറ്റി. ഷസാമിന് ഇവിടെ കമ്പനിയിൽ സാധനം ഇറങ്ങിയ ഓനട ഊക്കോസിങ്. ഏത് വൈബ്? കണ്ടന്റ് വൈബ്. ഇന്നിപ്പോൾ എന്താ പണി അറിയോ? ഒരു പണിയില്ലാത്തതുകൊണ്ട് യൂട്യൂബ് എടുക്കാം. നമ്മുടെ പാട്ടുമാൻ അടുത്ത ഭാഗത്തെത്തി ഗെയിം ഓഫ് ത്രോൺസിന്റെ എക്സ്പ്ലനേഷൻ കാണുന്നതിന് പണി. പടം ഫുള്ള് ഞാൻ കാണൂല, ഫുൾ ടൈം എക്സ്പ്ലനേഷൻ ആണ് വൈബ്. എന്താ വെച്ചാൽ എക്സ്പ്ലനേഷൻ ആകുമ്പോയിച്ച് വന്നത് എക്സ്പ്ലനേഷൻ ഇൻട്രസ്റ്റ്. കാരണം ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ അല്ലേ ഒക്കെ എക്സ്പ്ലനേഷൻ കണ്ടാൽ അതിന്റെ വൈബ് കിട്ടൂല കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ തന്നെ ഫിലിം കണ്ടാലേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. നല്ല എക്സ്പ്ലനേഷൻ കാണാൻ എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ടൈം പാസ്, ടൈം വേസ്റ്റ്, അങ്ങനൊക്കെ തന്നെ. അല്ലാതെ പണയാനാ. അതിൻ്റെ ഇടയിൽ ഇനി എന്തെല്ലാം ചൊറ വരാണ്ടല്ല. എന്ന് വെച്ചാൽ മൂഞ്ചി കുത്തി ഇരിക്കണോണ്ടായപ്പോൾ വീഡിയോ എടുക്കാനും മടിയാണ്. അത് വേറെ കാര്യം. ഇനി എന്തെല്ലാം ചൊറ വരാണ്ടെന്നൊന്നും അറിയില്ല. അപ്പം ഇനി അടുത്ത് ഞങ്ങട്ട് പോകണ്ടെങ്കിലും വീഡിയോ വല്ല കണ്ടന്റ് കിട്ടുമോ? കേട്ടോ, ഒരു കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേ. ഞാൻ അവസാനം പെരിയിൽ തന്നെ എടുക്കേണ്ട അവസ്ഥ. നിങ്ങൾ ഓരോ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാണ്ട്. അപ്പോൾ വരുന്നോടത്ത് വെച്ച് കാണാം. അതുവരെയും ബൈ ബൈ, ഗുഡ് നൈറ്റ്.